CPM സംസ്ഥാന സമിതിയിൽ സർക്കാരിന് രൂക്ഷ വിമർശനം. പോലീസിലടക്കം വീഴ്ചയുണ്ടെന്നും മന്ത്രിമാർ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ലെന്നും അംഗങ്ങൾ ചർച്ചയിൽ കുറ്റപ്പെടുത്തി. ഒന്നാം പിണറായി സർക്കാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രകടനം പോരെന്നാണ് പൊതുവിലുണ്ടായ വികാരം. 40ഓളം അംഗങ്ങളാണ് സംസ്ഥാന സമിതിയിൽ സർക്കാരിന്റെ ഒരു വർഷത്തെ പ്രകടനം വിലയിരുത്തിയ ചർച്ചയിൽ പങ്കെടുത്തത്. പോലീസിലടക്കം ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചയുണ്ടായി എന്നാണ് വിമർശനം. ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്യോഗസ്ഥരുടെ സഹകരണം ഉറപ്പാക്കണം. ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം ജനദ്രോഹപരമായി മാറുന്നു. പോലീസിൽ സർക്കാരിന് നിയന്ത്രണം വേണമെന്ന ആവശ്യം ഉയർന്നു. മന്ത്രിമാർക്കും ഓഫീസിനുമെതിരെ ശക്തമായ വിമർശനമുണ്ടായി. വിളിച്ചാൽ ചില മന്ത്രിമാർ ഫോൺ എടുക്കില്ല, പലതവണ വിളിച്ചാലും തിരിച്ചു വിളിക്കില്ല എന്നും കുറ്റപ്പെടുത്തലുണ്ടായി. ചില മന്ത്രിമാർക്ക് യാത്ര ചെയ്യാൻ മടിയാണ്, എല്ലാം ഓൺലൈനായി നടത്താമെന്നാണ് ചിന്ത. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മന്ത്രിമാർ ജനങ്ങൾക്കിടയിലായിരുന്നുവെന്നും ചിലർ ചൂണ്ടിക്കാണിച്ചു. മന്ത്രിമാർ സ്വന്തമായി തീരുമാനമെടുക്കാതെ എല്ലാം മുഖ്യമന്ത്രിക്ക് വിടുകയാണ്. മന്ത്രിമാരുടെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും തദ്ദേശം, ആരോഗ്യം, പൊതുമരാമത്ത്, ഗതാഗതം, വനം വകുപ്പുകളുടെ പ്രവർത്തനത്തിനെതിരെ വിമർശനമുയർന്നു. സമീപകാലത്ത് സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിച്ച വിവാദങ്ങൾ പലതും ഈ വകുപ്പുകളുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടായത്. ഇതെല്ലാം ജനങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന വകുപ്പുകളാണ്. ഈ വകുപ്പുകളുടെ പോരായ്മ സർക്കാരിനെ ബാധിക്കുന്നുവെന്നും വിമർശനമുയർന്നു. സംസ്ഥാന സമിതിയുടെ അവസാന ദിവസം ചർച്ചയ്ക്ക് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും മറുപടി പറയും. രൂക്ഷമായ വിമർശനമുയർന്ന സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാരിന്റെ പ്രകടനം മെച്ചപ്പെടുത്താനുള്ള തിരുത്തൽ നടപടികളിൽ തീരുമാനമായേക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. ഓർഡിനൻസുകൾ പുതുക്കി നൽകാത്തതിൽ വിശദീകരണവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. നിയമസഭയിൽ അവതരിപ്പിക്കാതെ തുടർച്ചയായ ഓർഡിനൻസുകൾ പുതുക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന സുപ്രീംകോടതി പരാമർശം ചൂണ്ടിക്കാട്ടിയാണ് ഗവർണറുടെ വാദം. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ രാഗേഷിന്റെ ഭാര്യയ്ക്ക് കണ്ണൂർ സർവകലാശാലയിൽ നിയമനം നൽകുന്ന വിവാദത്തിൽ നിലപാട് കടുപ്പിക്കുകയാണെന്നാണ് ഗവർണർ നൽകുന്ന സൂചന. കാലാവധി പൂർത്തിയായ ഓർഡിനൻസുകൾ പുതുക്കി നൽകാൻ ഗവർണർ വിസമ്മതിച്ചതോടെ സർക്കാരും ഗവർണറും തമ്മിലുള്ള ബന്ധം കൂടുതൽ മോശമായി. പ്രതിസന്ധി മറികടക്കാൻ അടിയന്തരമായി നിയമസഭ വിളിച്ചു ചേർക്കാൻ സർക്കാർ തയ്യാറായി. തുടർച്ചയായി ഓർഡിനൻസുകൾ പുതുക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന സുപ്രീം കോടതി പരാമർശം ചൂണ്ടിക്കാട്ടിയാണ് ഗവർണർ തന്റെ നടപടിയെ ന്യായീകരിക്കുന്നത്. Since I was leaving for Delhi and I found suddenly so many ordinances on my table. How is it possible that I can read them? How is it possible that I can exercise my independent judgment? Therefore, there was no way that I would have, without applying my mind, there is no way I can sign any file. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിന് കണ്ണൂർ സർവകലാശാലയിൽ നിയമനം നൽകുന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ നിലപാട് കൂടുതൽ കടുപ്പിക്കുകയാണ് ഗവർണർ. കണ്ണൂർ സർവകലാശാലയുടെ പ്രവർത്തനം സംബന്ധിച്ച് നിരവധി പരാതികൾ ലഭിക്കുന്നുവെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. It appears as if in Kannur University it has become a habit to violate the law, ignore the statutes, make appointments in violation of the UGC guidelines. 2 ആഴ്ചത്തെ ഡൽഹി സന്ദർശനത്തിന് ശേഷമാണ് ഗവർണർ സംസ്ഥാനത്ത് തിരിച്ചെത്തിയത്. കാലാവധി പൂർത്തിയാകുന്ന 11 ഓർഡിനൻസുകളിൽ ഗവർണറുടെ അംഗീകാരം വാങ്ങിക്കാൻ സർക്കാർ പലവിധ സമ്മർദ്ദങ്ങൾ ചെലുത്തിയെങ്കിലും ഫലം കണ്ടില്ല. ഒടുവിൽ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കേണ്ടി വന്നുവെങ്കിലും ഗവർണറുമായി ഏറ്റുമുട്ടലിനില്ലെന്നാണ് സർക്കാർ വിശദീകരണം. ഗവർണർ നടപടിയിൽ അതൃപ്തിയുണ്ടെങ്കിലും സംസ്ഥാനത്ത് മടങ്ങിയെത്തിയ ആരിഫ് മുഹമ്മദ് ഖാനുമായി സർക്കാർ അനുനയ ചർച്ചകൾക്ക് തയ്യാറായേക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. അട്ടപ്പാടി മധുകേസിൽ സാക്ഷികളെ സ്വാധീനിക്കാൻ ഇടനിലക്കാർ പ്രവർത്തിച്ചതിന്റെ ഫോൺ രേഖകളും പുറത്ത്. പ്രതികൾക്ക് വേണ്ടി സാക്ഷികളെ കൂറുമാറ്റാൻ ഇടനിലക്കാർ നിരന്തരം ഇടപെട്ടതിന്റെ തെളിവുകളാണ് പുറത്തുവന്നത്. മധുക്കേസിൽ പ്രതികളെ രക്ഷിക്കാൻ വൻതോതിലുള്ള ഇടപെടലുകൾ നടന്നുവെന്ന് വ്യക്തമാക്കുന്ന ഫോൺ രേഖകളാണ് പുറത്തുവന്നത്. 16 പ്രതികളിൽ 11 പേർ സാക്ഷികളുമായി നിരന്തരം ബന്ധപ്പെട്ടതിന് പുറമെ പ്രതികൾക്ക് വേണ്ടി ഇടനിലക്കാരും പ്രവർത്തിച്ചതിന്റെ തെളിവുകളും പ്രോസിക്യൂഷൻ ശേഖരിച്ചിട്ടുണ്ട്. മുക്കാലി സ്വദേശികളായ 2 പേരാണ് പ്രതികൾക്ക് വേണ്ടി സാക്ഷികളുമായി ബന്ധപ്പെട്ടത്. ഇവർ വിസ്താരത്തിന് തൊട്ടു മുൻപ് സാക്ഷികളെ ഫോണിൽ വിളിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച തെളിവുകൾ പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിക്കും. കേസിലെ 13 സാക്ഷികളുമായാണ് പ്രതികൾ ബന്ധപ്പെട്ടത്. ഇതിൽ 8 പേർ കൂറുമാറി. ബാക്കിയുള്ളവരുടെ വിചാരണ നടക്കാനിരിക്കുന്നതേയുള്ളൂ. പ്രതികൾ ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചതിനാൽ ഇവരുടെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജിയിൽ വിചാരണ കോടതി അടുത്തയാഴ്ച വാദം കേൾക്കും.
ഇതോടൊപ്പം മധുവിന്റെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തിയ അട്ടപ്പാടി വള്ളിയമ്മാൾ ഗുരുകുലത്തിലെ അബ്ബാസിനായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. ആരും നികത്തും കുഴികൾ. SI അടക്കം കുഴിയിൽ വീണ് പരിക്കേറ്റിട്ടും കായംകുളത്ത് റോഡിലെ അപകട കുഴികൾ മൂടാൻ കൂട്ടാക്കാതെ അധികൃതർ. KPC ജംഗ്ഷനിലെ കുഴികളാണ് ഏറെ അപകട ഭീഷണി ഉയർത്തുന്നത്. ദേശീയപാത 66-ലെ ഏറ്റവും അധികം കുഴികളുള്ളത് ചേപ്പാട് മുതൽ കൃഷ്ണപുരം വരെയാണ്. സ്പീക്കർ MB രാജേഷിന്റെ കാർ വീണ അതേ കുഴിയിൽ തന്നെയാണ് കായംകുളം SI ഉദയകുമാറും വീണത്. ഇത് രണ്ടും എല്ലാവരും അറിഞ്ഞെങ്കിൽ ആരും അറിയാതെ കുഴിയിൽ വീണ് നടുവൊടിഞ്ഞു പോകുന്നവരുടെ എണ്ണം കായംകുളത്ത് ദിവസേന നിരവധിയാണ്. അടിപൊളി യാത്രയാണ്. എല്ലാവരും ഈ വഴി തന്നെ യാത്രയാണ്. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് മുതലാണ്, മനസ്സിലായില്ലേ? നമ്മൾ കൊടുക്കുന്ന ടാക്സിന് മുതലാണ് നമ്മളിത് യാത്ര ചെയ്യുന്നത്. എങ്ങനെ ഇതിനകത്തൂടെ യാത്ര ചെയ്യുന്നത് നിങ്ങളൊന്ന് വന്ന് നോക്ക്. ഈ മന്ത്രിമാരും മുകളിലിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ഇതുവഴി യാത്ര ചെയ്യണം. ടൂ വീലറിനകത്ത്, എസ്പെഷ്യലി ടൂ വീലറിനകത്ത് ഒന്ന് യാത്ര ചെയ്ത് നോക്കണം നിങ്ങൾ. റോഡ് നവീകരണത്തിൽ കായംകുളത്തോട് അധികൃതർക്ക് എന്നും അവഗണനയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഈ റോഡെന്ന് പറയാൻ ആകെപ്പാടെ താറുമാറായി കിടക്കുക. പക്ഷേ ഇതിനെപ്പറ്റി ഒരു രാഷ്ട്രീയ പാർട്ടികളും അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല, എടുക്കുന്നില്ല, അതിന് മുൻകൈ എടുക്കുന്നുമില്ല. പക്ഷേ ഹൈവേ പൊളിക്കുക എന്നൊക്കെ പറയുന്നത്, ഹൈവേ പൊളിക്കുക എന്ന് പറഞ്ഞ് അവിടെ ഇവിടെയൊക്കെ അവരുടെ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഈ ഹൈവേക്ക്, ഈ നാഷണൽ ഹൈവേക്ക് വേണ്ടി എന്തും വേണ്ടി ഗതാഗതങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ നാഷണൽ ഹൈവേ എന്ന് പറയുന്നത്. ആ നാഷണൽ ഹൈവേ കാണിക്കുന്ന കണിയെന്ന് പറഞ്ഞാൽ ഈ കുഴിക്കകത്ത് രാത്രി വരുന്ന ആൾക്കാർ എന്ത് ചെയ്യും? രാത്രി ബൈക്കുകാരാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഒരു സൈഡിൽ കുഴികൾ അടച്ചപ്പോഴത്തേക്ക് തന്നെ അടുത്ത സൈഡിൽ അതിലും വലിയ കുഴികൾ. ഒരു സൈഡ് മാത്രം അടയ്ക്കുന്ന പരിപാടികൾ നിർത്തുക. ഈ പ്രവണത ഇതിവിടെ അവസാനിപ്പിക്കുക. കാരണം ചെയ്യുന്നത് നല്ല വൃത്തിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നാളെ ഒരു മഴ പെയ്യുമ്പോഴത്തേക്ക് ഇളകി പോകത്തില്ല. ഇതിപ്പോൾ കണ്ടില്ല, ഇവിടെ ഇപ്പോൾ അതിനും വലിയൊരു കുഴി താണ്ട് രൂപപ്പെട്ടേക്കുക. ഇതുപോലെ കുഴികൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു സാധാരണക്കാരൻ ഇതിലെ കൂടെ യാത്ര ചെയ്യുന്നത്? യാത്ര ചെയ്യാൻ പറ്റത്തില്ല. കായംകുളം KPC ജംഗ്ഷൻ മുതൽ KSRTC സ്റ്റാൻഡ് വരെയുള്ള റോഡ് യാത്രികർക്ക് മരണക്കെണിയാണ്. ആലപ്പുഴയിൽ നിന്ന് ഹരിപ്പാട് കൊറ്റംകുളങ്ങര വരെ അറ്റകുറ്റപ്പണികൾ നടന്നെങ്കിലും അവിടുന്ന് അങ്ങോട്ട് കൃഷ്ണപുരം വരെയുള്ള പാത ഏറെ ദുർഘടം. അപകടങ്ങൾ തുടർക്കഥയായതോടെ കടുത്ത പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയരുന്നത്. ന്യൂസ് 18 ആലപ്പുഴ. ആരെവിടെ റോഡിലെ കുഴിയെപ്പറ്റി പറഞ്ഞാലും അത് ഞങ്ങൾക്കിട്ട് തന്നെ എന്ന് കരുതുന്ന അവസ്ഥയിലാണ് പെരിന്തൽമണ്ണ നഗരസഭ. നഗരസഭാ പരിധിയിലെ റോഡുകൾ മുഴുവൻ ഗർത്തങ്ങളാണ് എന്നതാണ് കാരണം. ഇതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ കൊടുമ്പിരി കൊള്ളുന്ന നേരത്താണ് കുഴികൾ നിറഞ്ഞ വഴിയുള്ള നഗരത്തിലെ തിയേറ്ററിൽ ആ പടം വന്നത്. തിയേറ്ററിലേക്കുള്ള വഴിയിൽ കുഴികളുണ്ട്, എന്നാലും വന്നേക്കണേ എന്ന പരസ്യം പെരിന്തൽമണ്ണയിലെ ഈ വഴിയെ ഉദ്ദേശിച്ചാണ് എന്ന് പറഞ്ഞാൽ ആരും അല്ലെന്ന് പറയില്ല. അമ്മാതിരി കുഴിയാണ് ഇത്. കുഴിയല്ല ഗർത്തമാണെന്നും അതല്ല കുളമാണെന്നും പല അഭിപ്രായങ്ങളുണ്ട്. എന്തായാലും കുഴികൾ ചാടിക്കടന്ന് തിയേറ്ററിലെത്തി പടം കണ്ടിറങ്ങിയവർക്കെല്ലാം പറയാനുണ്ടായിരുന്നത് കുഴിമഹാത്മ്യം തന്നെ. പടം അടിപൊളിയാണ്, പക്ഷെ ഇതൊക്കെ കാണുമ്പോഴുള്ള ഞമ്മക്ക് ഇനിയിപ്പോ ഒരു കേസ് കൊടുക്കണം എന്നുള്ള പൂതി വരിക. കാരണം കുറെ കാലം വണ്ടി നേരാക്കിയിട്ടും ഉരുണ്ടിട്ടും നമ്മളെ പെരിന്തൽമണ്ണ ഭാഗത്ത് ഇപ്പൊ ഏകദേശം റോഡുകളൊക്കെ അവസ്ഥ തന്നെ. പഞ്ചറടഞ്ഞോളൂ കുറെ കാര്യം ചട്ടുപുട്ടേന ചളി പിളിയായിട്ട് കുഴി കൊണ്ടുപോയിട്ട്. പക്ഷെ ഇതൊന്നും ഇപ്പോ നമ്മള് ഒരാൾ ഉദ്ദേശിച്ചിട്ട് കാര്യമില്ലല്ലോ. ഫുള്ള് റോഡ് കുഴിയാളന്നെയാണ്. നമ്മളെ കൂട്ടുകാർ മിന്നാന്ന് വണ്ടി വന്ന് കുഴിയിൽ വീണിട്ട് മറിയൊക്കെ ചെയ്തു. ഫണ്ടുകളുടെ കുറവാണ് റോഡുകളുടെ അറ്റകുറ്റപ്പണിക്ക് തടസ്സമെന്നാണ് നഗരസഭ പറയുന്നത്. ഫണ്ട് വരട്ടെ, ഇപ്പൊ ശരിയാക്കി തരാം എന്ന മറുപടി കേട്ട് ഇനി എന്തേലും ചെയ്യേ എന്ന നിലപാടിലെത്തിയിരിക്കുകയാണ് നാട്ടുകാർ. ന്യൂസ് 18 മലപ്പുറം. കൊച്ചിയിൽ വഴിയാത്രക്കാരെ ടാർ ഒഴിച്ച് പൊള്ളലേൽപ്പിച്ചു. എറണാകുളം ചെലവന്നൂർ റോഡിലാണ് സംഭവം. ആക്രമണത്തിൽ സഹോദരങ്ങൾക്കടക്കം 3 യുവാക്കൾക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. വിനോദ് വർഗീസ്, വിനു, ജിജോ എന്നിവർക്കാണ് പൊള്ളലേറ്റത്. ഗതാഗത നിയന്ത്രണവുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. ചെലവന്നൂർ റോഡിൽ കുഴിയടയ്ക്കുന്ന ജോലിക്കാരനാണ് തെളിച്ച ടാർ ഒഴിച്ചത്. മുന്നറിയിപ്പ് ബോർഡ് വയ്ക്കാതെ വഴി തടഞ്ഞത് ചോദ്യം ചെയ്തതിനാണ് ജോലിക്കാരൻ ടാർ ഒഴിച്ചതെന്ന് യുവാക്കൾ പറയുന്നു. ഒരു പ്രകോപനവും കൂടാതെയാണ് ആക്രമണം ഉണ്ടായതെന്നും യുവാക്കൾ ന്യൂസ് 18 പറഞ്ഞു. തർക്കമൊന്നും ഉണ്ടായില്ല. ഇവര് ഞങ്ങളുടെ ഫ്രണ്ടിലുള്ള വണ്ടി കടത്തി വിട്ടു. അപ്പൊ ഞങ്ങളുടെ വണ്ടി ഫ്രണ്ടിൽ കയറി നിന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് വണ്ടി ഓടിച്ചത്. ഫ്രണ്ട് ചോദിച്ചു, നിങ്ങൾക്ക്
ഒരു ബോർഡ് വെക്കാൻ പാടില്ല. അങ്ങനെയാണ് ഞങ്ങൾ ഇതിലേ വരില്ല. ഞങ്ങൾക്ക് വേറെ വഴിയുണ്ട്. ചെലവൂർ റോഡുണ്ട്, അല്ലെങ്കിൽ രവീന്ദ്ര റോഡുണ്ട്. ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാൻ 2-3 വഴിയുണ്ട്. ഞങ്ങൾക്ക് അതിലേ പോകാം. ഞങ്ങൾക്കൊരു ബോർഡ് വെക്കാറുന്നില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ ഭയങ്കര ഇതായിട്ട് പറഞ്ഞു, ഇല്ല നിങ്ങളെ വിടൂലെന്നും പറഞ്ഞ് ഫ്രണ്ടിൽ കയറിയിരുന്നു. അപ്പം ഞാൻ അത് കേട്ടപ്പോൾ ഞാൻ ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞു, ഞങ്ങളെ വിട്ടിട്ട് നിങ്ങൾ ടാർ ചെയ്യും. ഒരു മെറ്റലൊക്കെ നിരത്തിക്കൊണ്ടിരിക്കണായിരുന്നു. ടാർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇവർ ഭയങ്കര ഇതായിട്ട് പറഞ്ഞ് ഇല്ല വിടൂലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ദേഷ്യം വന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിങ്ങൾ പറയുമെന്ന് പറഞ്ഞപ്പോൾ ഈ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾ പെട്ടെന്ന് ഒറ്റ ഒഴിയാണ് എൻ്റെ മേത്തേക്ക്. മൂവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പൊള്ളലേറ്റ വിനോദ് വർഗീസ് ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രസിഡന്റാണ്. സഹോദരൻ വിനു, സുഹൃത്ത് ജിജോ എന്നിവർ കാറിൽ യാത്ര ചെയ്യുമ്പോഴാണ് സംഭവം. ന്യൂസ് 18 കൊച്ചി. വിപണിയിൽ മത്സ്യത്തിന് പൊന്നും വിലയാണെങ്കിലും മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കുന്നത് തുച്ഛമായ തുക. കൊച്ചി ചെല്ലാനം ഹാർബറിലെ മത്സ്യത്തൊഴിലാളികൾ ഇടനിലക്കാരുടെ ചൂഷണം കാരണം ഏറെ ദുരിതത്തിലാണ്. മണ്ണെണ്ണ വില വർധനവും കാലാവസ്ഥാ പ്രശ്നങ്ങളും കാരണം മത്സ്യബന്ധന മേഖല പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് ഇടനിലക്കാരുടെയും ചൂഷണം. കാലങ്ങളോളം പഴക്കമുണ്ട് മത്സ്യത്തൊഴിലാളികളുടെ ദുരിതങ്ങൾക്ക്. മികച്ച വള്ളങ്ങളും മീൻപിടുത്തോപകരണങ്ങളും ഉണ്ടെങ്കിലും പഴയതുപോലെ കടലമ്മ ഇപ്പോൾ കനിയാറില്ലെന്ന് കണക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നു. മത്തി, കൊഴുവ പോലെയുള്ള ചെറുമീനുകൾ നന്നേ കുറവ്. കാറും കോളും നിറഞ്ഞ കാലാവസ്ഥയാകും ചിലയവസരങ്ങളിൽ വില്ലനാവുക. അന്ന് തീരം വറുതിയിലാവും. ഇനി കടലമ്മ കനിഞ്ഞാലോ? മീൻ വാങ്ങാനെത്തുന്ന കച്ചവടക്കാർ ഒട്ടും വില നൽകില്ല. മാർക്കറ്റിൽ 300 രൂപ വരെ കൊടുത്തു വാങ്ങേണ്ട മത്തിക്ക് ചെല്ലാനത്ത് തൊഴിലാളികൾക്ക് കുറച്ചു മാസങ്ങളായി ഇടനിലക്കാരിൽ നിന്ന് ലഭിക്കുന്നത് 50 രൂപയ്ക്ക് താഴെയാണ്. അതായത് ഈ കാറ്റിനും കടലിനും കോളിനൊക്കെ കിടന്ന് കഷ്ടപ്പെട്ട് ഈ ധാനം പിടിച്ച് ഇവിടെ കൊണ്ടുവരുമ്പോൾ ഇവർ നമ്മൾക്ക് തീരെ വിലയിലായ അവസ്ഥ വരുന്നത്. തീരെ 20 രൂപയിൽ താഴെ 13, 16, 12 ആ ലെവലിലേക്കാണ് റേറ്റ് പോകുന്നത്, കിലോയ്ക്ക് പോകുന്നത്. ഇത് നമ്മളുടെ നേരെ തൊട്ട് കിഴക്കോശം തുറവൂരെന്ന് പറയുന്ന നാഷണൽ ഹൈവേ ആണ്. ഇത് ഈ കച്ചവടക്കാരെ തന്നെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് 200 രൂപക്കാണ് കൊടുക്കുന്നത്. മണ്ണെണ്ണയുടെ വിലവർധനയും ഇവർക്ക് ഇരുട്ടടിയാകുന്നു. 7500ഓളം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളാണ് ചെല്ലാനം ഹാർബറിനെ ആശ്രയിച്ച് ഉപജീവനം കഴിക്കുന്നത്. നമുക്കറിയാവുന്ന ഈ വില മാത്രമേ അറിയുള്ളൂ. നമ്മളെങ്ങോട്ട് പോകും, പിള്ളേരുമായിട്ട് എങ്ങോട്ട് പോകണം. ഇപ്പം പിള്ളേരൊക്കെ ഫീസ് കൊടുക്കണം, സ്കൂളിൽ പഠിപ്പിക്കണം, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഡീസലിന് പെട്രോളിനൊക്കെ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി വർധനമല്ലേ. അപ്പം അങ്ങനത്തെ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സീസൺ ആണെങ്കിൽ ഒരു വള്ളത്തിൽ 2000 കിലോ വരെ മത്സ്യം ലഭിക്കാറുണ്ട്. 250ഓളം വള്ളങ്ങളാണ് ചെല്ലാനത്ത് നിന്ന് കടലിൽ നിത്യേന പോകുന്നത്. മത്സ്യത്തിന് താങ്ങുവില നിശ്ചയിക്കണം എന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം തൊഴിലാളികൾ ചെല്ലാനത്ത് പണിമുടക്ക് നടത്തിയിരുന്നു. ജീവൻ പണയം വെച്ച് കടലിൽ പോയി ഒരു വഞ്ചി നിറയെ മീനുമായി വന്നാലും പട്ടിണി മാത്രം ബാക്കിയാണ് ഈ മത്സ്യത്തൊഴിലാളികൾക്ക്. മാർക്കറ്റിൽ പൊന്നും വിലയുള്ള അയിലയ്ക്കും മത്തിക്കും ഈ തൊഴിലാളിക്ക് ലഭിക്കുന്നത് വെറും തുച്ഛമായ തുക മാത്രം. ചെല്ലാനത്തെ ഈ കാറ്റിൽ ഇപ്പോൾ അലയടിക്കുന്നത് മത്സ്യത്തൊഴിലാളികളുടെ കണ്ണീർ കഥകളാണ്. ക്യാമറമാൻ SA നിതിനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് മുമ്പ് ഇടവേള. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയുടെ കേരളത്തിലെ പര്യടന പരിപാടികളുടെ സമയക്രമം നിശ്ചയിച്ചു. അടുത്ത മാസം 11-ന് കളിയിക്കാവിളയിൽ നിന്നാണ് കേരളത്തിലെ പര്യടന പരിപാടി തുടങ്ങുക. 16 ദിവസമാണ് കേരളത്തിലെ പര്യടനം. തിരുവനന്തപുരം ജില്ലയിൽ 5 ദിവസം പദയാത്ര നടത്തും. കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും കടന്നുപോകുന്ന രീതിയിൽ 540ഓളം കിലോമീറ്ററോളമാണ് പദയാത്ര നടക്കുക. KPCCയെ പ്രതിനിധീകരിച്ച് 100 സ്ഥിരാംഗങ്ങൾ യാത്രയിലുണ്ടാകും. പരമാവധി പ്രവർത്തകരെ പദയാത്രയിൽ അണിചേർക്കാൻ KPCCയുടെ പ്രത്യേക നേതൃയോഗത്തിൽ തീരുമാനമായി. വീടുകളിൽ ഉയർത്താനുള്ള പതാക സ്വന്തമായി നിർമ്മിക്കുന്ന തിരക്കിലാണ് വയനാട്ടിലെ ഒരു സർക്കാർ വിദ്യാലയത്തിലെ കുട്ടികൾ. സുൽത്താൻ ബത്തേരി ബീനാച്ചി ഗവൺമെന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥികളാണ് സ്വാതന്ത്ര്യദിനത്തിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി നൽകാൻ പതാക നിർമ്മിക്കുന്നത്. സ്കൂളിലെ ഒഴിവുനേരങ്ങളിൽ ഈ കുട്ടികൾ പതാക തുന്നുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിർദ്ദേശപ്രകാരം ഇത്തവണ വീടുകളിൽ സ്വാതന്ത്ര്യദിനത്തിന് ഉയർത്താനുള്ള ദേശീയ പതാകകളാണ് വയനാട് ബത്തേരി ബീനാച്ചി സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്വന്തമായി തയ്യാറാക്കുന്നത്. സ്കൂളിലെ സൂചിമുഖി എന്ന പ്രവൃത്തി പരിചയ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് പതാക നിർമ്മാണം. സൂചിമുഖി കോർഡിനേറ്റർ TK ഫൗസിയ ടീച്ചറുടെ നേതൃത്വത്തിൽ 30 കുട്ടികളാണ് നിർമ്മാണം നടത്തുന്നത്. എന്തുകൊണ്ട് ഈ പതാക നമുക്ക് സ്വന്തമായി നിർമ്മിച്ചുകൂടാ എന്നുള്ള ചിന്ത ഞങ്ങൾ സ്റ്റാഫിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവുകയും അതിന് ബന്ധപ്പെട്ട ഫൗസി ടീച്ചർ അതിന് നേതൃത്വം കൊടുക്കാൻ സമ്മതിക്കുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വിദ്യാർത്ഥികൾ
അവർ പഠനത്തോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ഫീൽഡിലേക്ക് ഇറങ്ങി അതുകൂടി പഠിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്ലബ്ബ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കൂളിലുള്ള എല്ലാ വിദ്യാർത്ഥികളുടെ വീടുകളിലേക്ക് പതാക നിർമ്മിച്ച് നൽകണം എന്ന് സ്കൂൾ ആഗ്രഹിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തത്. വളരെ സന്തോഷത്തോടെ നമ്മുടെ വിദ്യാർത്ഥികൾ അത് സ്വീകരിച്ചു. സ്കൂളിലെ 1200 കുട്ടികൾക്കും സൗജന്യമായാണ് പതാകകൾ നൽകുക. രതീഷ് വാസുദേവൻ, ന്യൂസ് 18 വയനാട്. രാജ്യത്തിന്റെ 75ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ കൊല്ലം ജില്ലയിൽ ഉയർത്തുന്ന ദേശീയ പതാകകൾ എത്തുക പുനലൂരിൽ നിന്നായിരിക്കും. കുടുംബശ്രീ യൂണിറ്റുകളിൽ അടക്കം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് 2 ലക്ഷത്തോളം പതാകകളാണ്. കൊല്ലം ജില്ലയിലെ വീടുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ, അംഗൻവാടികൾ, സ്കൂളുകൾ തുടങ്ങിയിടങ്ങളിൽ സ്വാതന്ത്ര്യത്തിന്റെ 75ാമത് വാർഷികാഘോഷങ്ങൾക്കുയർത്തുന്ന ദേശീയ പതാകകൾ പുനലൂരിൽ നിന്നും എത്തുന്നവയായിരിക്കും. വിവിധ വലിപ്പത്തിലുള്ള പതാകകൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് ഒരുപറ്റം ആളുകൾ. നഗരസഭ അപ്പാരൽ പാർക്ക് അംഗങ്ങളെ കൂടാതെ കുടുംബശ്രീയുടെ കീഴിലുള്ള 40 യൂണിറ്റുകളിലും ദേശീയ പതാക നിർമ്മാണം പുരോഗമിക്കുന്നു. 2 ലക്ഷത്തോളം ദേശീയ പതാകകളാണ് തയ്യാറാക്കുന്നത്. ഖാദി, കോട്ടൺ, പോളിസ്റ്റർ തുണികളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചാണ് നിർമ്മാണം. 12 മണിക്കൂർ എന്നുള്ളത് 24 മണിക്കൂർ ജോലി ചെയ്തിട്ടാണ് നമ്മൾ ദേശീയ പതാക നിർമ്മാണം ഏകദേശം പൂർത്തീകരിക്കാറായത്. അഞ്ചൽ, പത്തനാപുരം, വെട്ടിക്കവല, നമ്മുടെ പുനലൂർ നഗരസഭയിൽ ഇന്നലെ ദേശീയ പതാക നിർമ്മിച്ചു കൊടുക്കേണ്ടായി. ഹർ ഘർ തിരങ്ക പ്രചാരണ പരിപാടിയുടെ ഭാഗമായാണ് പതാക നിർമ്മാണം. രാത്രി സമയങ്ങൾ പോലും പതാക നിർമ്മാണത്തിനായി മാറ്റിവെക്കുമ്പോൾ കുടുംബങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പ്രോത്സാഹനം അഭിമാനം പകരുന്നതാണെന്ന് ഇവർ പറയുന്നു. ന്യൂസ് 18 പുനലൂർ. നിലമ്പൂർ കരുളായിൽ കൂട്ടം തെറ്റി നാട്ടിലെത്തിയ കൊമ്പനാനക്കുട്ടിയെ കാട്ടിൽ വിട്ടയക്കാൻ ശ്രമം. നെടുങ്കയം ഗസ്റ്റ് ഹൌസ് പരിസരത്ത് കഴിഞ്ഞ ദിവസം വൈകിട്ട് ഒറ്റപ്പെട്ട നിലയിലാണ് 5 മാസത്തോളം പ്രായമുള്ള ആനക്കുട്ടിയെ വനപാലകർ കണ്ടെത്തിയത്. ആനക്കൂട്ടം അടുത്തുണ്ടെന്ന ധാരണയിൽ ഉൾക്കാട്ടിൽ കയറ്റിവിട്ടു. എന്നാൽ കൂട്ടത്തിൽ പോകാതെ പിന്നീട് ജനവാസ മേഖലയായ സുന്ദരിമുക്കിലും വളയംകുണ്ടിലും എത്തി. നാട്ടുകാർ പിടിച്ച് മരത്തിൽ കെട്ടിയിട്ട ശേഷം വനപാലകരെ വിവരം അറിയിച്ചു. തുടർന്ന് ആനക്കുട്ടിയെ വീണ്ടും കാട് കയറ്റിയിരിക്കുകയാണ് വനപാലകർ. മൂച്ചിക്കൽ മേഖലയിൽ ഉൾക്കാട്ടിലാണ് ഇത്തവണ വിട്ടിരിക്കുന്നത്. കുമളിക്ക് സമീപം ആനക്കുഴിയിൽ കാട്ടുപോത്ത് കുളത്തിൽ വീണു. ആനക്കുഴി സ്വദേശി കൃഷ്ണകുമാറിന്റെ പടുതാക്കുളത്തിലാണ് കാട്ടുപോത്ത് വീണത്. വൈകുന്നേരമാണ് സംഭവം. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി നാട്ടുകാരുടെ സഹായത്തോടെ കാട്ടുപോത്തിനെ കരയ്ക്ക് കയറ്റി. ടേസ്റ്റി നിബിൾസിന്റെ റെഡി ടു ഈറ്റ് ഓണം സദ്യ പാക്ക് വിപണിയിലെത്തി. വില 999 രൂപ. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ചലച്ചിത്ര താരം ഹണി റോസിന് ആദ്യ പാക്ക് കൈമാറി. ടേസ്റ്റി നിബിൾസ് മാനേജർ ഡോക്ടർ ചെറിയാൻ കുര്യൻ ഉൽപ്പന്നം വിപണിയിലിറക്കി. 3 ആൾക്ക് തികയുന്ന പാക്കിൽ 4 പാക്കറ്റ് മട്ടയരിച്ചോറ്, 2 പാക്കറ്റ് സാമ്പാർ, ഓരോ പാക്കറ്റ് അവിയൽ, പുളിയിഞ്ചി, മാങ്ങ അച്ചാർ, പരിപ്പ് പായസം, ഗോതമ്പ് പായസം എന്നിവയുണ്ട്. പ്രാരംഭ ഓഫറായി ഇൻസ്റ്റന്റ് പാലട പായസം മിക്സിന്റെ സൗജന്യ പാക്കറ്റും ഉണ്ട്. www.tastynibbles.in വഴി ഇന്ത്യയിൽ മാത്രമാണ് വിൽപ്പനയെന്ന് ചെറിയാൻ കുര്യൻ പറഞ്ഞു. ബുക്കിംഗ് ആരംഭിച്ചു. 4 മുതൽ 8 ദിവസത്തിനകം നേരിട്ട് ഡെലിവറി നടത്തും. അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റുമാരായ സുനിൽ പി കൃഷ്ണൻ, അനീഷ് ചന്ദ്രൻ എന്നിവരും പങ്കെടുത്തു. മോർണിംഗ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.